ഹായ് ഹലോ. അപ്പൊ നമുക്ക് ഒരു ക്യൂട്ടായിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതിന്റെ വാട്ടർ കളറാണ്, ഇന്നലെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മിനി ബുക്ക് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് വാട്ടർ കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ബഡ്സിൽ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കായിരിക്കും ബെറ്റർ, കാരണം വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ പേപ്പർ കീറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എന്തോ ഒരു ഇതിൽ A4 ഷീറ്റ് എടുത്തിരിക്കുന്നത് കുഴപ്പമുണ്ടാവില്ല. ജസ്റ്റ് ചെറുതായിട്ടൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ ഒന്നും കീറില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ ചട്ടയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ട്രാൻസ്പെറന്റ് ഷീറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് അടിപൊളിയാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്ക് എത്ര അളവിനാണ് വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് സൈസ് മുറിച്ചെടുക്കുക. എന്നിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാൻ ഇവിടെ ഹോളാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ഷീറ്റിലും ഹോൾ ഇട്ട് കൊടുക്കുക. ഏകദേശം അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഞങ്ങൾ ട്രാൻസ്പെറന്റ് ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു 1/2 സെന്റിമീറ്റർ എക്സ്ട്രാ എടുക്കുന്നതിലും കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ പേപ്പേഴ്സ് ഒക്കെ വെച്ച് പോകുമ്പോൾ കുറച്ചും കൂടി പൊന്തി നിൽക്കുമല്ലോ. അപ്പോൾ ഒരു 1/2 സെന്റിമീറ്റർ അധികം എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു റിബൺ എടുത്തിട്ട് അതിലെ ഉള്ളിലേക്ക് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ഷീറ്റിന്റെ മേലെ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ, അതാണത് ഞാൻ എടുത്തു വെച്ച് കളഞ്ഞത്. ഓക്കെ, അപ്പൊ അതെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ടൈ ചെയ്തിട്ട് ഒരു ബോ പോലെ ആക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ അതിന്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ സൗണ്ടിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പനി വരാനുള്ള സ്റ്റാർട്ടിങ് ആണോ എന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. അപ്പോൾ ആ ഒരു ബൗ ആയിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കാം. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു വാഷി ടേപ്പ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാഷി ടേപ്പ് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഇപ്പൊ എന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ചെയ്യുന്ന എനിക്ക് അറിയാനേ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കും കൂടി അറിയണ്ടേ, അത് വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്തെങ്കിലും കമന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ. ഇനി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, കുട്ടപ്പനാക്കി എടുക്കാം. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ, കാരണം ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇനി ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിനി ബുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ടാറ്റാ ബൈ, സീ യു.